ഇവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല മുഹൂർത്തം കുറിക്കും. പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയൊന്നും കാണാനില്ലല്ലോ. അവരെല്ലാവരും അങ്ങ് വിദേശത്താ. അവർക്ക് വരാൻ കഴിയില്ല. ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അവർക്ക് പ്രശ്നമൊന്നുമില്ല. കല്യാണ സമയത്ത് അവരെത്തിക്കോളും. ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എനിക്കെന്താ ടെൻഷൻ ആവുന്നേ? അമ്മ അന്ന് എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോ ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. ഇന്നിപ്പോ കല്യാണത്തിന്റെ ഡേറ്റേ ഫിക്സ് ആവുന്നുള്ളൂ, കല്യാണമല്ല. എന്നിട്ടും എന്റെ മനസ്സെന്താ ഇത്ര ടെൻഷൻ ആവുന്നേ? അച്ഛൻ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ഹൃദയം വേറെന്തെങ്കിലും പറയാനാണോ ശ്രമിക്കുന്നത്? ബോസ്, എടി നീ കരയുന്നുമില്ല, നോർമൽ ആയിട്ട് ഇരിക്കുന്നുമില്ല. ഇങ്ങനെ തന്നെ നീ മുന്നോട്ട് പോയാൽ നിനക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. എനിക്ക് നീ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ വയ്യ. എനിക്കും അതുപോലെ തന്നെ കണ്ണാടിയിൽ നോക്കാനേ പറ്റുന്നില്ല. എടി കുറച്ച് കൂടുന്നുണ്ട്. നീ ഇങ്ങനെയല്ല. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. നീ പറഞ്ഞ പോലെ ഞാൻ പണ്ടേ മാറിപ്പോയി. എനിക്ക് ഞാനാണെന്നേ തോന്നുന്നില്ല. പ്ലീസ് നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്ന നിനക്ക് വേദാന്തേട്ടനെ തന്നെ കിട്ടുമെന്നാ. നിന്റെ സ്നേഹത്തില് ഒരു തരി പോലും കള്ളവില്ല. എല്ലാ സ്വപ്നങ്ങളും ഒരിക്കലും നടക്കില്ല ദിതി. ചില സ്വപ്നങ്ങളൊക്കെ അതൊരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ മാത്രമായിട്ട് അവസാനിക്കും. പ്രണയത്തിന് മരണമില്ലെന്നാ. നീ വേദാന്തേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേദാന്ത്, വേദാന്ത്, മോന്റെ രാശി ഏതാ മോനെ? തിരുമേനി, സമയം കുറിച്ചോളൂ. അങ്ങനെ ആയിക്കോട്ടെ. വേദാന്ത്, are you okay? അതെ അച്ഛാ. ധ്രുവ, ദയവ് ഇത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി വന്നതല്ല. പിസയുടെ ബിസിനസിനെ പറ്റി പറയാനാ. അപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ. അത് കുഴപ്പമില്ല ധ്രുവ. നിങ്ങൾ വേറൊരാളാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ധ്രുവേ. സത്യം എന്താണെന്ന് ചോദിച്ചാ നിങ്ങൾ തമ്മിൽ എനിക്കൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനുള്ള സാഹചര്യം വന്നില്ല എന്ന് മാത്രം. എന്തിനാ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്?
പെൺകുട്ടികളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാവില്ലേ? എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. മെജോറിറ്റി ആണുങ്ങളും സ്നേഹത്തിന് വേണ്ടി മരിക്കും. അവരുടെ സ്നേഹം സത്യമാണെങ്കിൽ ഓരോ നിമിഷവും അവരത് നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ബട്ട് വേദാന്തേട്ടൻ നിങ്ങൾ പറഞ്ഞ ആ കുറച്ചാണുങ്ങളിൽപ്പെട്ട ഒരാളാണെന്നാ തോന്നുന്നത്. ചേച്ചി എത്ര നാളായി ചേട്ടന്റെ കൂടെ? ഇവര് രണ്ടുമാണ് നല്ല ക്ലോസാ. ചേട്ടന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഇപ്പൊ കല്യാണം കഴിഞ്ഞേനെ. ദി ഗ്രേറ്റ് ബിസിനസ്മാൻ ചേട്ടൻ ഈ ഒരു കാര്യത്തിൽ പൊട്ടനെ പോലെയാ പെരുമാറുന്നത്. ചേട്ടൻ ചിലപ്പോ അങ്ങനെയാ. അവൻ ഒരുമാതിരിയാ. അവന് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ അകറ്റി നിർത്തുന്നത് ശീലം. നിങ്ങളെന്താ പറഞ്ഞേ? ചേട്ടനെന്നോ? വേദാന്ത്, അമ്മേ, അതെ സുഹാസിനി, ഈ പഞ്ചാംഗത്തിൽ ഇവർക്ക് മുഹൂർത്തമില്ല. പക്ഷേ ഇവരുടെ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോ ഇന്നേക്ക് ഒരു 15-ാം ദിവസത്തിനുള്ളിൽ ഒരു നല്ല മുഹൂർത്തം കാണുന്നുണ്ട്. ഇതല്ലാതെ ഇന്നേക്ക് 6 മാസത്തിനുള്ളിൽ അനുയോജ്യമായ നല്ലൊരു മുഹൂർത്തം കാണണില്ല. അപ്പൊ നമുക്ക് ഏത് നോക്കണം? ഏറ്റവും അടുത്ത നല്ലൊരു മുഹൂർത്തം തന്നെ നോക്കാൻ തിരുമേനി. അല്ലേ ശ്രീധർ? 15 ദിവസം എന്ന് പറയുമ്പോ വളരെ പെട്ടെന്നായി പോയില്ലേ സുഹാസിനി? പ്രശ്നമൊന്നുമില്ല അങ്കിൾ. ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അറേഞ്ച്മെന്റ്സിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഓക്കെയാ. നിങ്ങൾ എന്താ പറഞ്ഞത്? ചേട്ടനെന്നോ? ചേട്ടൻ അതെങ്ങനെ അവര് നിങ്ങളുടെ ചേട്ടനാവും? നിങ്ങൾ പരസ്പരം കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ആക്ച്വലി ഞാൻ ചേട്ടനെന്ന് പറയണമെന്ന് കരുതി പറഞ്ഞതല്ല, പറഞ്ഞത് മാറിപ്പോയത്. ഞാൻ അവരെ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഓഹോ, അതെപ്പോഴാ? ഇപ്പൊ എന്താ, ഉണ്ടായ കാര്യങ്ങളൊക്കെ വിവരിച്ച് ആരോട് എന്താ പറഞ്ഞെന്നൊക്കെ പറയണോ? അതെ, പറഞ്ഞേ പറ്റൂ. ആരതി ചേച്ചിയുടെ കല്യാണ ദിവസം കിഡ്നാപ്പ് ചെയ്തപ്പോ അമൂല്യ കോൾ ചെയ്ത് വേദാന്തിന്റെ അടുത്താ കൊടുത്തത്. ജിമ്മിലേക്ക് പോകാൻ ഡിറക്ഷൻ തന്നത് വേദാന്ത. ഓഹോ, കറക്റ്റ്. താങ്കൾ ആ സന്ദർഭത്തിൽ ഏറ്റവും വലിയ അത്യാവശ്യം നടത്തിയ ആളല്ലേ? ഗുഡ്. എനിക്കെന്തോ വേദാന്തിനോട് സംസാരിക്കുമ്പോ എന്റെ ചേട്ടനോട് സംസാരിച്ചതുപോലെ തോന്നി. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ. 3 മാർക്കിന്റെ ചോദ്യത്തിന് ഒരു എസ്സേ എഴുതേണ്ട ആവശ്യമില്ല. ഞാനും എന്റെ കാര്യം തന്നെയാ പറഞ്ഞേ. വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണ്. ഇപ്പൊ എന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു സംശയം വന്നാ അപ്പൊ തന്നെ സംസാരിച്ച് അത് തീർക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ ഈ ചെറിയ പ്രശ്നം ഫ്യൂച്ചറിൽ വലിയ പ്രോബ്ലം ആവും. ഇതിനൊന്നും ഒരു കുറവില്ല. എന്ത് കുറവില്ലെന്ന്? അതിഥി, നീ ഒന്ന് വെറുതെ ഇരുന്നേ. വേദാന്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതൊക്കെ നല്ലതിനാന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്ത് നല്ലതിനാന്ന്? എല്ലാ സമയവും എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ എത്ര വേദനയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ടാന്ന് പറഞ്ഞല്ലോ, എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. ഇപ്പൊ ആലോചിക്കാൻ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിസ്സ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതിന്റെ പ്ലാൻ എന്താണ്, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിനെ കുറിച്ച് ആലോചിക്കേ. നാളെ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പറയുമ്പോ അവള് ഒരു വിഷമവും ഇല്ല, സങ്കടവും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ അവിടെ മനസ്സൊത്തിരി വേദനിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ആ ഡേറ്റ് ഫിക്സ് ചെയ്യാം.
നിനക്ക് മാത്രം ഓക്കെ ആയ പോരല്ലോ. കല്യാണം എന്റെ മകന്റേതാണ്. അവനോട് ചോദിക്കാതെ എങ്ങനെ ഫിക്സ് ചെയ്യും? ശരി വേദാന്ത്, നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? തിരുമേനി പറഞ്ഞ ഡേറ്റ് നിനക്ക് ഓക്കെ അല്ലേ? ചേട്ടൻ നിനക്ക് നീ ഇപ്പൊ മണ്ഡപത്തിൽ കല്യാണത്തിന് റെഡി ആയിട്ടിരിക്കുന്നത്. കല്യാണത്തിന് നിന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് സാരി കൊണ്ട് അവളുടെ മുഖം മറച്ചിരിക്കുക. നീ അത് തുറന്നു നോക്കുന്നു. ചേട്ടാ ചേട്ടാ
എനിക്ക് ഈ സാഹിത്യ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിവിടെയാണെങ്കിൽ ആരും മനസ്സിലാക്കുന്നുമില്ല. എന്റെ മനസ്സിലിപ്പോ അമൂല്യാണോ ഉള്ളത്? വിക്കിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും അവളെ വന്നോണ്ടിരിക്കുന്നു. ഓഫീസിൽ അവൾ എന്റെ മുന്നിൽ വന്നു നിന്നാ മതി. മുൻപൊന്നും അനുഭവിക്കാത്തൊരു ഫീലാ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ എനിക്ക് മാത്രമാണോ തോന്നുന്നത്, അതോ അവൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ടാ? ഈ റിലേഷൻഷിപ്പിന് എന്ത് പേരിട്ട് വിളിക്കുക? എന്ന് വെച്ചാ ഈ ഫീലിംഗിനൊരു പേരില്ലേ? താഴെയാണെങ്കിൽ എല്ലാവരും കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ നിൽക്കുക, ഞാനാണെങ്കിൽ ഒരു ബ്ലഡി കൺഫ്യൂഷൻ സ്റ്റേജിലുമാണ്. അവരോടൊക്കെ ഞാൻ എന്താ പറയാ? എന്റെ കല്യാണം എങ്ങാനും ഫിക്സ് ആയെന്ന് അമൂല്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ പറ്റി എന്താ വിചാരിക്കുക? വാട്ട്സ് റോങ് വിത്ത് മീ? ഞാൻ എന്തിനാ ഇപ്പോ അവളെ പറ്റി ഓർത്ത് ടെൻഷൻ ആവുന്നേ? എപ്പോ നോക്കിയാലും അമൂല്യ മാത്രമേ ഉള്ളൂ. ഒരു ക്ലാരിറ്റിയും കിട്ടാത്ത കൺഫ്യൂഷൻ, ഇതെല്ലാം ഒരൊറ്റ സെക്കൻഡിൽ മനസ്സിലോട്ട് ഇങ്ങനെ വരും. ഇത് പക്ക ലവ്വാ.